ഹലോ ഫ്രണ്ട്സ്, ഡേ 2 ഓഫ് 13 ഡേയ്സ് ചലഞ്ച്. ഇന്ന് നമ്മൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിലെ 2022, 23, 24, 25 വർഷങ്ങളിൽ SSLC എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. ഇൻ ദ ഫിഗർ O is the center of the circle. ഈ ഫിഗറിൽ O എന്നത് വൃത്തത്തിന്റെ കേന്ദ്രമാണ്. ആംഗിൾ ACB എന്നത് 70 ഡിഗ്രിയാണ്. ACB എന്ന ഈ ആംഗിൾ 70 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ AOB എന്ന ഈ കോണും ആംഗിൾ ADB എന്ന ഈ കോണുമാണ്. ആദ്യം തന്നെ നമുക്ക് ഈ AB എന്ന രണ്ട് പോയിന്റ്സ് കൂട്ടി യോജിപ്പിച്ച ഒരു കോഡ് അഥവാ ഒരു ഞാണ് വരയ്ക്കാം. സർക്കിൾസ് ആൻഡ് ആംഗിൾസ് വൃത്തങ്ങളും വരകളും എന്ന പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ അതേ കോഡിൽ നിന്നും വന്ന കേന്ദ്ര കോണിന്റെ പകുതിയായിരിക്കും. ഇവിടെ AB എന്ന കോഡ് അഥവാ ഞാണിൽ നിന്നും വൃത്തത്തിലേക്ക് വന്ന ആംഗിൾ ആണ് ആംഗിൾ ACB. അതുപോലെ AB എന്ന കോഡിൽ നിന്നും വൃത്ത കേന്ദ്രത്തിൽ വന്ന ആംഗിൾ ആണ് ആംഗിൾ AOB. അതായത് ACB എന്നത് ഈ ആംഗിൾ AOB എന്ന കേന്ദ്ര കോണിന്റെ പകുതിയല്ലേ? അപ്പോൾ കേന്ദ്ര കോൺ എത്രയായിരിക്കും? 70 ഡിഗ്രിയുടെ ഇരട്ടി. അതായത് ആംഗിൾ AOB എന്നത് 70 ഡിഗ്രിയുടെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 70 × 2, അതായത് 140 ഡിഗ്രി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ADB എന്ന ഈ ആംഗിൾ ആണ്. നമുക്കറിയാം സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ച മറ്റൊരു കാര്യം എന്താണ്? ഒരു കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന എല്ലാ ആംഗിളുകളും തുല്യമായിരിക്കും അഥവാ എല്ലാ കോണുകളും തുല്യമായിരിക്കും. AB എന്ന കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വന്ന ഒരു ആംഗിൾ ആണ് ആംഗിൾ ACB. അതുപോലെ AB എന്ന കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വന്ന മറ്റൊരു ആംഗിൾ ആണ് ആംഗിൾ ADB. അപ്പോൾ ആംഗിൾ ACBയും ആംഗിൾ ADBയും തുല്യമായിരിക്കില്ലേ? അതായത് ആംഗിൾ ADB എത്രയാണ്? 70 ഡിഗ്രി. 2025 SSLC എക്സാമിന് ഈ ഒരു ചോദ്യം മാത്രമേ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠത്തിൽ നിന്നും വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് 2024 SSLC എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ നോക്കാം. If a circle is drawn with AB as diameter, what are the positions of the point P and Q with respect to the circle? അതായത് ഇവിടെ AB എന്ന ഈ ലൈനിനെ ഡയമീറ്റർ അഥവാ വ്യാസമാക്കിക്കൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുന്നു. അങ്ങനെയെങ്കിൽ P, Q എന്നീ രണ്ട് പോയിന്റുകൾ ആ സർക്കിളിൽ എവിടെ അഥവാ ആ വൃത്തത്തിൽ എവിടെയാണ് വരിക എന്നതാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇതെങ്ങനെ കണ്ടുപിടിക്കാം? സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഡയമീറ്റർ അഥവാ ഒരു വ്യാസത്തിൽ നിന്ന് വരുന്ന കോണുകളുടെ അളവുകൾ വെച്ച് നമുക്ക് ആ ആംഗിൾസ് അല്ലെങ്കിൽ ആ കോണുകൾ വൃത്തത്തിൽ എവിടെയാണ്, അതായത് പുറത്താണോ അകത്താണോ വൃത്തത്തിലാണോ എന്ന് കണ്ടുപിടിക്കാം. അതായത് ഒരു ഡയമീറ്റർ അഥവാ വ്യാസത്തിൽ നിന്നും വരുന്ന ആംഗിൾ അഥവാ കോൺ 90 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ അർത്ഥം ആ ആംഗിൾ വൃത്തത്തിലാണ്. ഇനി 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം ആ ആംഗിൾ വൃത്തത്തിന്റെ ഉള്ളിലാണ്. ഇനി 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ ആ ആംഗിൾ അഥവാ കോൺ വൃത്തത്തിന്റെ പുറത്താണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ P എന്ന പോയിന്റിൽ വരുന്ന ആംഗിൾ എത്രയാ? 110 ഡിഗ്രി അല്ലേ? അത് 90 ഡിഗ്രിയേക്കാൾ കൂടുതലല്ലേ? അതായത് ആ ആംഗിൾ അല്ലെങ്കിൽ P എന്ന ആ പോയിന്റ് വൃത്തത്തിന്റെ ഉള്ളിലായിരിക്കും. ഇവിടെ Q എന്ന പോയിന്റിന്റെ ആംഗിൾ എത്രയാണ്? 80 ഡിഗ്രി അല്ലേ? 80 ഡിഗ്രി എന്നത് 90 ഡിഗ്രിയേക്കാൾ കുറവല്ലേ? അതായത് Q എന്ന പോയിന്റ് വൃത്തത്തിന്റെ പുറത്താണ്. അപ്പൊ ഇവിടെ ഇതിന്റെ ഇടയിലായിട്ട് 90 ഡിഗ്രി ഉണ്ടായിരുന്നെങ്കിലോ ആ പോയിന്റ് വൃത്തത്തിലായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? P എന്നത് ഇൻസൈഡ് ദ സർക്കിൾ ആണ്, Q എന്നത് ഔട്ട്സൈഡ് ദ സർക്കിൾ ആണ്. കാരണം എന്താണ്? P എന്ന ആംഗിൾ 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്, Q എന്ന ആംഗിൾ 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. ഇനി നമുക്ക് 2024 SSLC എക്സാമിന് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം നോക്കാം. The central angle of the arc AXB is 110 ഡിഗ്രി. ചാപം AXBയുടെ കേന്ദ്ര കോണിന്റെ അളവ് 130 ഡിഗ്രി. ഇതാണ് ആർക്ക് AXB അഥവാ ചാപം AXB എന്ന് പറയുന്നത് ഇതിനെയാണ്. ഓക്കെ, ഇതിന്റെ സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോൺ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഈ ചാപം അഥവാ ഈ ആർക്കിന്റെ രണ്ടറ്റത്തെയും പോയിന്റ്സ് നമ്മൾ ഇങ്ങനെ കൂട്ടി വരയ്ക്കുകയാണ്. എയിനെയും ബിനെയും കൂട്ടി വരച്ചു. ഇപ്പൊ AB എന്നത് ഒരു കോഡ് അഥവാ ഒരു ഞാണായില്ലേ? ഈ കോഡിൽ നിന്നും അഥവാ ഈ ഞാണിൽ നിന്നും വൃത്ത കേന്ദ്രത്തിൽ വരുന്ന ആംഗിൾ ആണ് 110 ഡിഗ്രി. ഓക്കെ, അതായത് സെൻട്രൽ ആംഗിൾ ഓഫ് AB, അതായത് AB എന്ന ഞാണിന്റെ കേന്ദ്ര കോണാണ് 110 ഡിഗ്രി. ഓക്കെ, ഇനി രണ്ടാമതായി പറഞ്ഞിട്ടുള്ളത് എന്താ? സെൻട്രൽ ആംഗിൾ ഓഫ് ദ ആർക്ക് CYD ഈസ് 80 ഡിഗ്രി.
CYD എന്ന ഈ ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോൺ 80 ഡിഗ്രി ആണെന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഈ CYD എന്ന ആർക്ക് അഥവാ ചാപത്തിന്റെ രണ്ടറ്റത്തെ പോയിന്റുകളും കൂട്ടിയോജിപ്പിച്ച് CD എന്നൊരു കോഡ് അഥവാ ഒരു ഞാണാക്കി. ഇനി ഈ കോഡ് അഥവാ ഈ ഞാണിന്റെ സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോണാണ് 80 ഡിഗ്രി. ഓക്കെ, അപ്പോ AB എന്ന കോഡ് അഥവാ ഞാണിൽ നിന്നും വരുന്ന സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോണാണ് 110 ഡിഗ്രി. CD എന്ന കോഡ് അഥവാ ഞാണിൽ നിന്നും വരുന്ന സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോണാണ് 80 ഡിഗ്രി. ഓക്കെ, അതാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഫൈൻഡ് ദ ആംഗിൾസ് ഓഫ് ദ ട്രയാംഗിൾ APD. APD എന്ന ഈ ട്രയാംഗിളിന്റെ 3 കോണുകളും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഈ D എന്ന കോണ് കണ്ടുപിടിക്കാം. സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. AB എന്ന ഒരു കോഡ് അഥവാ ഞാണിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ അഥവാ കോൺ അതേ ഞാൻ അഥവാ അതേ കോണിൽ നിന്നും വൃത്ത കേന്ദ്രത്തിലേക്ക് വരുന്ന കോണിന്റെ പകുതിയായിരിക്കും. അതായത് AB എന്ന കോഡ് അഥവാ ഞാണിൽ നിന്നും ഉണ്ടാകുന്ന സെൻട്രൽ ആംഗിളിന്റെ നേർപകുതിയായിരിക്കും AB എന്ന സെയിം കോഡിൽ നിന്നും വൃത്തത്തിൽ ഉണ്ടാകുന്ന ആംഗിൾ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് AB എന്ന കോഡിൽ നിന്നുണ്ടാകുന്ന സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോൺ 110 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതേ കോഡിൽ നിന്നും വൃത്തത്തിൽ ഉണ്ടാകുന്ന ആംഗിൾ അതായത് ആംഗിൾ ADB എത്രയായിരിക്കും? 110 ഡിഗ്രിയുടെ പകുതി എത്രയാ? 55 ഡിഗ്രി. അതായത് നമുക്ക് ഈ ആംഗിൾ കിട്ടിയില്ലേ? 55 ഡിഗ്രിയാണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ആംഗിൾ ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് DC എന്ന കോഡ് അഥവാ ഞാണിൽ നിന്നും വരുന്ന സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോൺ 80 ഡിഗ്രിയാണ്. നമുക്കറിയാം ഒരു കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ അതേ കോഡിൽ നിന്നുണ്ടാകുന്ന കേന്ദ്ര കോണിന്റെ പകുതിയാണ്. അപ്പൊ CD എന്ന ഈ കോഡ് അഥവാ ഈ ഞാണിൽ നിന്നും ഉണ്ടാകുന്ന സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോൺ 80 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ അതേ കോഡ് അഥവാ അതേ ഞാണിൽ നിന്നും ഉണ്ടാകുന്ന വൃത്തത്തിൽ ഉണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കും? 80 ഡിഗ്രിയുടെ പകുതിയായിരിക്കും. അതായത് 40 ഡിഗ്രി. അപ്പൊ നമുക്ക് ഈ ആംഗിൾ എത്ര കിട്ടി? 40 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഒരു ട്രയാംഗിളിന്റെ 2 കോണുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ കോൺ നമുക്ക് ഈസി ആയി കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? നമുക്കറിയാം ഒരു ട്രയാംഗിളിന്റെ 3 കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അതിൽ നിന്ന് 55 ഡിഗ്രിയും 40 ഡിഗ്രിയും കുറച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ കോൺ എത്രയാണെന്ന് കിട്ടില്ലേ? 180ൽ നിന്നും 55ഉം 40ഉം കുറച്ചു കഴിഞ്ഞാൽ 85 ഡിഗ്രി. അതായത് ഇതിലെ മൂന്നാമത്തെ കോൺ എത്രയാണ്? 85 ഡിഗ്രിയാണ്. ഇനി നമുക്ക് 2024 SSLC എക്സാമിന് ഈ പാഠത്തിൽ നിന്നും ചോദിച്ച മൂന്നാമത്തെ ചോദ്യം നോക്കാം. C and D are points on a semicircle with AB as diameter. ഇവിടെ AB ഡയമീറ്റർ അഥവാ വ്യാസമാക്കിക്കൊണ്ട് നമുക്കൊരു സെമി സർക്കിൾ അല്ലെങ്കിൽ ഒരു അർദ്ധവൃത്തം തന്നിട്ടുണ്ട്. ആംഗിൾ BDC ഈ ആംഗിൾ 125 ഡിഗ്രിയാണ്. CD ഈസ് പാരലൽ ടു AB. CD എന്ന ഈ ലൈനും AB എന്ന ഈ ലൈനും പാരലൽ ലൈൻസ് ആണ് അഥവാ സമാന്തര വരകളാണ്. ആദ്യത്തെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ BAC എന്ന ഈ ഒരു ആംഗിൾ ആണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്. അതായത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജം. എന്താണ് ഒരു ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജം എന്ന് പറയുന്നത്? 4 വശങ്ങളുള്ള ഏതൊരു ഷേപ്പിനെയും നമ്മൾ ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജം എന്നാണ് പറയുക. അപ്പൊ ഒരു ക്വാഡ്രിലാറ്ററലിന് 4 വശങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ അതിന് 4 മൂലകളും ഉണ്ടാവില്ലേ? ഈ 4 മൂലകൾ സർക്കിളിൽ ടച്ച് ചെയ്താണ് നിൽക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജങ്ങളെയാണ് നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജം എന്ന് പറയുന്നത്. ഇവയുടെ പ്രത്യേകത എന്താണ്? അവയുടെ ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ എതിർവശം വരുന്ന കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. അതായത് ഇവിടെ ഈ ആംഗിളും കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഈ ആംഗിളും കൂട്ടിയാലും 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആംഗിൾ BAC കണ്ടുപിടിക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ്. അതായത് ഇവിടെ ആംഗിൾ D നമുക്ക് തന്നിട്ടുണ്ട്. ഈ ആംഗിളും കൂട്ടിയാൽ 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 180ൽ നിന്നും 125 കുറച്ചാൽ പോരെ? എത്രയാണ്? 55 ഡിഗ്രി. അടുത്തതായി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ACB എന്ന ഈ ആംഗിൾ ആണ്. ഇവിടെ AB എന്നത് ഈ സെമി സർക്കിൾ അഥവാ അർദ്ധവൃത്തത്തിന്റെ ഡയമീറ്റർ അഥവാ വ്യാസമാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ഡയമീറ്ററിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ഏതൊരു കോണും 90 ഡിഗ്രിയാണ്. ഇവിടെ AB എന്ന ഡയമീറ്റർ അഥവാ വ്യാസത്തിൽ നിന്നും വന്ന ഒരു ആംഗിൾ ആണ് ആംഗിൾ ACB. അങ്ങനെയെങ്കിൽ അത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. മൂന്നാമത്തെ ചോദ്യം ആംഗിൾ ACD കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ആംഗിൾ അതായത് ഇത് മുതൽ ഇതുവരെയുള്ളത് 90 ഡിഗ്രി ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെയുള്ള ഈ ഒരു ചെറിയ ആംഗിൾ കൂടെ കണ്ടുപിടിച്ചാലേ നമുക്ക് ആംഗിൾ ACD കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പറ്റുകയുള്ളൂ. ഈ ആംഗിൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം?
അതിനാണ് ഇവിടെ നമുക്ക് മറ്റൊരു ക്ലൂ തന്നിട്ടുള്ളത്. സി ഡി ഈസ് പാരലൽ ടു എ ബി. അതായത് എ ബി എന്ന ലൈനും സി ഡി എന്ന ലൈനും പാരലൽ ആണ്. 7ാം ക്ലാസ്സിൽ ഒരു പാഠമുണ്ട്, പാരലൽ ലൈൻസ്. ആ പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത് കുറച്ച് ആംഗിൾസ് അഥവാ കുറച്ച് കോണുകളെ കുറിച്ചാണ്. അതായത് കറസ്പോണ്ടിങ് ആംഗിൾസ്, ആൾട്ടർനേറ്റീവ് ആംഗിൾസ്, കോ ഇന്റീരിയർ, കോ എക്സ്റ്റീരിയർ ആംഗിൾസ്, ഇവയൊക്കെ കുറിച്ചാണ് നമ്മൾ ആ പാഠത്തിൽ പഠിക്കുന്നത്. അവിടുത്തെ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് ഈ ഒരു ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് എ ബി സി ഡി എന്ന രണ്ട് പാരലൽ ലൈൻസ്. ഇനി ഈ രണ്ട് പാരലൽ ലൈൻസിനെയും കട്ട് ചെയ്ത് പോകുന്ന മറ്റൊരു ലൈൻ ബി സി. ഓക്കെ, എങ്കിൽ ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും എടുത്തു കഴിഞ്ഞാൽ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൾട്ടർനേറ്റീവ് ആംഗിൾസ് അഥവാ ഇതര കോണുകൾ. ആൾട്ടർനേറ്റീവ് ആംഗിൾസ് അഥവാ ഇതര കോണുകളുടെ പ്രത്യേകത എന്താണ്? അവ രണ്ടും തുല്യമായിരിക്കും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എ ബി സി ഡി എന്ന രണ്ട് പാരലൽ ലൈൻസ്, അതിനെ കട്ട് ചെയ്തു പോകുന്ന സി ബി എന്ന ലൈൻ. അങ്ങനെയെങ്കിൽ ഈ ആംഗിളുമാണ് ആൾട്ടർനേറ്റീവ് ആംഗിൾസ് അഥവാ ഇതര കോണുകൾ. അതായത് ഈ കോണും എന്താണ്? തുല്യമാണ്. അപ്പൊ ഈ കോണ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഒരു ആംഗിൾ കണ്ടുപിടിച്ചാൽ പോരെ. ഇവിടെ നമുക്കറിയാം എ ബി സി എന്ന ട്രയാങ്കിളിലെ ഈ ആംഗിൾ 55 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ കോൺ നമുക്ക് ഈസിയായി കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ്? ഒരു ട്രയാങ്കിളിന്റെ 3 കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രിയിൽ നിന്നും 55 ഡിഗ്രിയും അതുപോലെ 90 ഡിഗ്രിയും കുറച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 35 ഡിഗ്രി. അതായത് ഈ ആംഗിൾ എത്ര കിട്ടി? 35 ഡിഗ്രി. ഈ ആംഗിൾ 35 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ 35 ഡിഗ്രിയാണ്. അതായത് ആംഗിൾ എ സി ഡി കണ്ടുപിടിക്കാൻ നമുക്ക് ഈ 90 ഡിഗ്രിയും ഈ 35 ഡിഗ്രിയും കൂട്ടിയാൽ പോരെ. 90 ഡിഗ്രിയും 35 ഡിഗ്രിയും കൂട്ടിയാൽ എത്രയാ? 125 ഡിഗ്രി. അതായത് ആംഗിൾ എ സി ഡി എത്രയാ? 125 ഡിഗ്രിയാണ്. ഇനി അടുത്തതായി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ എ ബി ഡി എന്ന ഈ ഒരു ആംഗിൾ ആണ്. അതിന് വീണ്ടും നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജത്തിന്റെ പ്രത്യേകതയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസുകൾ അഥവാ എതിർവശം വരുന്ന കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ സിയും ആംഗിൾ ബിയും കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. നമുക്കറിയാം ഇവിടെ ആംഗിൾ സി നമ്മൾ കണ്ടുപിടിച്ചു, എത്രയാ? 125 ഡിഗ്രിയാണ്. എങ്കിൽ നമുക്ക് ആംഗിൾ ബി കണ്ടുപിടിച്ചൂടെ? 180ൽ നിന്നും 125 കുറച്ചാൽ നമുക്ക് ആംഗിൾ ബി കിട്ടില്ലേ? 180ൽ നിന്നും 125 കുറച്ചാൽ എത്രയാ? 55 ഡിഗ്രി. അതായത് ആംഗിൾ എ ബി ഡി എത്ര വന്നു? 55 ഡിഗ്രി. സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിലെ ഒരേ ഒരു ഡ്രോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത്. Draw a circle of radius 4 centimeters. Draw a triangle whose vertices are on this circle and two of the angles 40 degree and 60 degree. എന്താണ് പറയുന്നത്? 4 സെന്റിമീറ്റർ റേഡിയസ് അഥവാ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുന്നു. അതിനുശേഷം ഒരു ട്രയാങ്കിൾ വരയ്ക്കണം അഥവാ ഒരു ത്രികോണം വരയ്ക്കണം. അവയുടെ 3 മൂലകളും സർക്കിളിൽ ടച്ച് ചെയ്തായിരിക്കണം നിൽക്കേണ്ടത്. ആ ട്രയാങ്കിളിന്റെ 2 കോണുകൾ 40 ഡിഗ്രി 60 ഡിഗ്രി കോണളവുകളായിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു ട്രയാങ്കിളും ഒരു സർക്കിളും വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്കത് 2 രീതിയിൽ വരയ്ക്കാം. ഒന്ന്, ട്രയാങ്കിൾ പുറത്തും സർക്കിൾ ഉള്ളിലുമായിട്ട്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് സർക്കിൾ പുറത്തും ട്രയാങ്കിൾ ഉള്ളിലുമായിട്ട് രീതിയിൽ വരയ്ക്കാം. ഈ 2 രീതിയിലായിട്ട് നമുക്ക് ഒരു ട്രയാങ്കിളും ഒരു സർക്കിളും വരയ്ക്കാൻ പറഞ്ഞാൽ വരയ്ക്കാം. ഇതിൽ ഏതാണ് നമുക്ക് വരയ്ക്കേണ്ടത് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ആദ്യത്തെ ഫിഗർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ട്രയാങ്കിൾ അഥവാ ഈ ത്രികോണത്തിന്റെ വശങ്ങളാണ് സർക്കിളിൽ ടച്ച് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ഫിഗറിലാണെങ്കിലോ ഈ ട്രയാങ്കിളിന്റെ മൂലകൾ അഥവാ വെർട്ടെക്സുകളാണ് സർക്കിളിൽ ടച്ച് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് വ്യക്തമായി ചോദ്യത്തിൽ തന്നിട്ടുണ്ടാകും. അതായത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ട്രയാങ്കിൾ ഹൂസ് വെർട്ടിസസ് ആർ ഓൺ ദി സർക്കിൾ. അതായത് ഈ ട്രയാങ്കിളിന്റെ വെർട്ടിസസ് അഥവാ മൂലകളാണ് ഈ സർക്കിളിൽ ടച്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിൽ ഏത് ഫിഗർ ആണ് വരയ്ക്കേണ്ടത്? ഈ ഫിഗർ ആണ് വരയ്ക്കേണ്ടത്. കാരണം ഈ ഫിഗറിലാണ് ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ മൂലകൾ സർക്കിളിൽ ടച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് വരയ്ക്കേണ്ട ചിത്രം. ഇനി ഇത് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഫിഗർ ആണ് നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞതെങ്കിൽ അത് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠത്തെ റിലേറ്റ് ചെയ്തിട്ടാണ് വരയ്ക്കേണ്ടത്. ഇനി ഈ ഒരു ചിത്രമാണ് നിങ്ങൾക്ക് വരയ്ക്കേണ്ടത് എങ്കിൽ അത് ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി, ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്നീ പാഠങ്ങളെ ആസ്പദമാക്കിയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ചിത്രമാണ് വരയ്ക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ ഈ ഒരു ചോദ്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ അതിന്റെ ഒരു റഫ് ഫിഗർ വരയ്ക്കുന്നു. അതായത് ഒരു സർക്കിൾ വരയ്ക്കുന്നു അഥവാ ഒരു വൃത്തം വരയ്ക്കുന്നു. അതിന്റെ ഉള്ളിലായിട്ട് ഒരു ട്രയാങ്കിൾ അഥവാ ത്രികോണം വരയ്ക്കുന്നു. ഇനി നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ആ ട്രയാങ്കിൾസിന്റെ 2 കോണുകൾ 40, 60 ഡിഗ്രി എന്നിവയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രയാങ്കിളിന് എ ബി സി എന്ന് നെയിം ചെയ്യുന്നു. ആംഗിൾ എ 40 ഡിഗ്രി എന്നും ആംഗിൾ ബി 60 ഡിഗ്രി എന്നും കൊടുക്കുന്നു.
ഇനി മൂന്നാമത്തെ കോൺ നമുക്ക് ഈസിയായി കണ്ടുപിടിച്ചൂടെ? നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ 3 കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രിയിൽ നിന്നും ഈ 40 ഡിഗ്രിയും ഈ 60 ഡിഗ്രിയും കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ കോണ് കിട്ടില്ലേ? എത്രയാണ്? 80 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ട്രയാങ്കിളിന്റെ 3 സൈഡുകളിൽ നിന്നും വരുന്ന സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോണുകൾ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ AB എന്ന ഈ ലൈനിനെ ഈ സർക്കിളിന്റെ കോഡ് അഥവാ ഞാണായിട്ട് സങ്കല്പിക്കുന്നു. ഈ AB എന്ന കോഡ് അഥവാ ഞാണിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ ACB. അത് എത്രയാണ്? 80 ഡിഗ്രി. നമുക്കറിയാം ഒരു കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ ആ കോഡിൽ നിന്നും വൃത്ത കേന്ദ്രത്തിൽ വരുന്ന കോണിന്റെ പകുതിയാണ്. ഓക്കെ, അപ്പൊ ഈ കോഡിൽ നിന്നും വൃത്ത കേന്ദ്രത്തിൽ വരുന്ന ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 80 ഡിഗ്രിയുടെ ഇരട്ടി എടുത്താൽ പോരെ? അപ്പൊ 80 ഡിഗ്രിയുടെ ഇരട്ടി എത്രയാ? 160 ഡിഗ്രി. ഇനി നമ്മൾ AC എന്ന ഈ ലൈനിനെ ഒരു കോഡ് അഥവാ ഞാണായിട്ട് സങ്കല്പിക്കുന്നു. AC എന്ന കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ ABC. അത് എത്രയാണ്? 60 ഡിഗ്രി. അങ്ങനെയെങ്കിൽ AC എന്ന കോഡിൽ നിന്നും വരുന്ന കേന്ദ്ര കോൺ എത്രയായിരിക്കും? 60 ഡിഗ്രിയുടെ ഇരട്ടി, അതായത് 120 ഡിഗ്രി. ഇനി അതുപോലെ BC എന്ന ഈ ലൈനിനെ നമ്മൾ കോഡായിട്ട് എടുക്കുന്നു. BC എന്ന ഈ കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ BAC. അത് എത്രയാ? 40 ഡിഗ്രി. അങ്ങനെയെങ്കിൽ BC എന്ന കോഡ് അഥവാ ഞാണിൽ നിന്നും വരുന്ന വൃത്ത കേന്ദ്രത്തിൽ വരുന്ന ആംഗിൾ എത്രയായിരിക്കും? 40 ഡിഗ്രിയുടെ ഇരട്ടി, അതായത് 80 ഡിഗ്രി. ഇപ്പൊ നമുക്ക് 3 സെൻട്രൽ ആംഗിൾസ് അഥവാ 3 കേന്ദ്ര കോണുകളും കിട്ടിയില്ലേ? ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്നത് 4 സെന്റിമീറ്റർ ആരമുള്ള ഒരു സർക്കിൾ അഥവാ ഒരു വൃത്തം കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ അഥവാ കേന്ദ്രത്തിൽ നിന്നും എയിലേക്കോ ബിയിലേക്കോ സിയിലേക്കോ ഏതെങ്കിലും ഒരു ലൈന് നമ്മൾ വരയ്ക്കണം. ഞാൻ ഇവിടെ സെന്ററിൽ നിന്നും എയിലേക്കുള്ള ലൈനാണ് വരച്ചിട്ടുള്ളത്. ഇനി ആ ലൈനിൽ പ്രൊട്രാക്ടർ വെച്ച് 120 ഡിഗ്രി അടയാളപ്പെടുത്തിയതിനു ശേഷം അവിടേക്ക് നമുക്ക് എന്ത് ചെയ്യണം? സെന്ററിൽ നിന്നും സിയിലേക്കുള്ള ആ ലൈന് വരയ്ക്കണം. ഓക്കെ, അപ്പൊ ഈ രണ്ട് ലൈനുകൾ തമ്മിലുള്ള കോൺ എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. ഇനി പുതിയത് വന്ന ആ ലൈനിൽ വീണ്ടും പ്രൊട്രാക്ടർ വെച്ച് 80 ഡിഗ്രി നമുക്ക് അളന്നെടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെന്ററിൽ നിന്നും ബിയിലേക്കുള്ള ലൈനും വരയ്ക്കുന്നു. ഇപ്പൊ നമുക്ക് ഈ സർക്കിളിൽ ABC എന്ന നമ്മുടെ ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സുകൾ കിട്ടിയില്ലേ? ഇനി ABC എന്ന ഈ 3 പോയിന്റുകൾ കൂട്ടി യോജിപ്പിച്ച് വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ട്രയാങ്കിൾ അഥവാ ഒരു ത്രികോണം കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ട്രയാങ്കിളും അതിന്റെ സർക്കിളും അഥവാ ഒരു ത്രികോണവും അതിന്റെ പരിവൃത്തവും വരയ്ക്കാൻ പറഞ്ഞാൽ ഈ 5 സ്റ്റെപ്പിലൂടെയാണ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. PA and PB are two tangents to the circle centered at O. Angle ACB equal to 105 degree. Find the angles given below. Angle ADB, angle AOB. 2 ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. ഇത് ശരിക്കും ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിൽ നിന്നുമുള്ള ചോദ്യമാണ്. പക്ഷെ ഇതിൽ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിലെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി 2 ചോദ്യങ്ങളും നമ്മൾ ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സോൾവ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്. ഈ സർക്കിളിന്റെ ഉള്ളിലായിട്ട് ADBC എന്നൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ഒരു ചക്രീയ ചതുർഭുജമുണ്ട്. എന്തുകൊണ്ടാണ് ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പറയാനുള്ള കാരണം? അതിന്റെ 4 വെർട്ടെക്സ് അഥവാ 4 മൂലകളും സർക്കിളിൽ ടച്ച് ചെയ്താണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസ് അഥവാ ചക്രീയ ചതുർഭുജങ്ങളുടെ പ്രത്യേകത എന്താണ്? അവയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ എതിർവശം വരുന്ന കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. അതായത് ഇവിടെ ഈ ആംഗിൾ ഡിയും ആംഗിൾ സിയും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ആംഗിൾ എയും ആംഗിൾ ബിയും കൂട്ടിക്കഴിഞ്ഞാലും 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആംഗിൾ ADB കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആംഗിൾ ADB കണ്ടുപിടിക്കാൻ, അതായത് ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്കറിയാം ആംഗിൾ ഡിയും ആംഗിൾ സിയും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാ? 180 ഡിഗ്രിയാണ്. ആംഗിൾ ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ സി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 105 ഡിഗ്രി. അങ്ങനെയെങ്കിൽ ആംഗിൾ ഡി എങ്ങനെ കണ്ടുപിടിക്കാം? 180ൽ നിന്നും 105 കുറച്ചാൽ പോരെ? 180ൽ നിന്നും 105 കുറച്ചാൽ 75 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ആംഗിൾ ADB എന്ന ഈ ആംഗിൾ എത്രയാണ്? 75 ഡിഗ്രിയാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ AOB എന്ന ഈ ആംഗിൾ ആണ്. അതിനായിട്ട് നമ്മൾ എനെയും ബിനെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ഇനി നമുക്ക് എന്ത് പറയാം? AB എന്ന ഒരു കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ ADB.
അതെത്രയാ? 75 ഡിഗ്രി. എ ബി എന്ന ഇതേ കോഡ് അഥവാ ഇതേ ഞാണിൽ നിന്നും വൃത്ത കേന്ദ്രത്തിലേക്ക് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ എ ഒ ബി. ഇവ തമ്മിലുള്ള റിലേഷൻ എന്താണ്? എ ബി എന്ന കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിളിന്റെ ഇരട്ടിയായിരിക്കും അതേ കോഡിൽ നിന്നും വരുന്ന കേന്ദ്രകോൺ. അതായത് 75 ഡിഗ്രിയുടെ ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 150 ഡിഗ്രി. അതായത് ആംഗിൾ എ ഒ ബി എത്ര വരും? 150 ഡിഗ്രി. അടുത്ത ചോദ്യം 2022 SSLC എക്സാമിന് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നിന്നും വന്ന ചോദ്യമാണ്. ഇവിടെ നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്. ഈ സർക്കിളിന്റെ ഉള്ളിലായിട്ട് ഒരു ക്വാഡ്രിലാറ്ററൽ അഥവാ ഒരു ചതുർഭുജം തന്നിട്ടുണ്ട്. ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി. ഈ ക്വാഡ്രിലാറ്ററലിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജമാണ്. കാരണം എന്താണ്? ഇതിന്റെ 4 വെർട്ടെക്സ് അഥവാ 4 മൂലകളും സർക്കിളിൽ ടച്ച് ചെയ്താണ് നിൽക്കുന്നത്. സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് അഥവാ എതിർവശം വരുന്ന കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അതായത് ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അതുപോലെ ആംഗിൾ ഡിയും ആംഗിൾ ബിയും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആംഗിൾ എ ആണ്. നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എതിർവശം വരുന്ന കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. ഇവിടെ നമുക്ക് സി തന്നിട്ടുണ്ട് 110 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ആംഗിൾ എ കണ്ടുപിടിക്കുക? 180 ഡിഗ്രിയിൽ നിന്നും 110 കുറച്ചാൽ പോരെ? 180ൽ നിന്നും 110 കുറച്ചാൽ എത്രയാ? 70 ഡിഗ്രി. അതായത് ആംഗിൾ എ എത്രയാണ്? 70 ഡിഗ്രിയാണ്. ഇനി നമുക്ക് 2022 SSLC എക്സാമിന് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നിന്നും വന്ന രണ്ടാമത്തെ ചോദ്യം നോക്കാം. In the figure, AC is the diameter of the circle. Given that AC equal to 20 centimeters, angle BAC equal to 60 degree and angle ACD equal to 45 degree. What is the measure of angle ADC? ഇവിടെ രണ്ടാമതായിട്ട് ഒരു ബി ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഈ എ ബി സി ഡി എന്ന ഈ ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജത്തിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് കണ്ടുപിടിക്കാൻ. അത് നമ്മൾ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠഭാഗത്തെ ബേസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ട്രിഗ്നോമെട്രി അല്ലെങ്കിൽ ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ബി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതാണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആംഗിൾ എ ഡി സി അതായത് എ ഡി സി എന്ന ഈ കോണിന്റെ അളവാണ്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എ സി ഈ സർക്കിളിന്റെ ഡയമീറ്റർ അഥവാ വ്യാസമാണ്. നമുക്കറിയാം ഒരു ഡയമീറ്റർ അഥവാ ഒരു വ്യാസത്തിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ഏതൊരു കോണും 90 ഡിഗ്രിയാണ്. ഇവിടെ എ സി എന്ന ഡയമീറ്ററിൽ നിന്നും ഈ സർക്കിളിലേക്ക് വന്ന ആംഗിൾ ആണ് ആംഗിൾ എ ഡി സി. അതുകൊണ്ട് ആംഗിൾ എ ഡി സി എത്രയായിരിക്കും? 90 ഡിഗ്രി. ഇത്രയും ചോദ്യങ്ങളാണ് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നിന്നും 2022, 23, 24, 25 വർഷങ്ങളിൽ വന്നിട്ടുള്ളത്. 2 or 3 മാർക്കിനുള്ള ചോദ്യങ്ങൾ മാത്രമേ സർക്കിൾസ് ആൻഡ് ആംഗിൾസിൽ നിന്ന് കൂടുതലും ചോദിക്കാറുള്ളൂ. പക്ഷേ വെറും 3 കൺസെപ്റ്റുകൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ 5 മാർക്ക് ഈസി ആയിട്ട് നേടാം. ഏതൊക്കെയാണ് ആ 3 കൺസെപ്റ്റുകൾ? ഒന്നാമത്തത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജത്തെ കുറിച്ച്. നമുക്കറിയാം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് ഒരു സർക്കിളിൽ ടച്ച് ചെയ്തിട്ടാണ് ഒരു ചതുർഭുജം അല്ലെങ്കിൽ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 മൂലകളുമെങ്കിൽ അങ്ങനെയുള്ള ചതുർഭുജത്തെയാണ് നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജം എന്ന് പറയുന്നത്. അവയുടെ പ്രത്യേകത എന്താണ്? അവയുടെ ഓപ്പോസിറ്റ് കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. രണ്ടാമത്തെ കൺസെപ്റ്റ് എന്താണ്? ഒരു ഡയമീറ്റർ അഥവാ ഒരു വ്യാസത്തിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ഏതൊരു കോണും 90 ഡിഗ്രി ആയിരിക്കും. മൂന്നാമത്തെ കൺസെപ്റ്റ് എന്താണ്? ഒരു കോൺ അഥവാ ഒരു ഞാണിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന കോൺ അതേ ഞാണിൽ നിന്നും വരുന്ന കേന്ദ്ര കോണിന്റെ പകുതിയായിരിക്കും. ഈ 3 കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠത്തിൽ നിന്നും വരുന്ന ഏതൊരു ചോദ്യവും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അടുത്ത വീഡിയോയിൽ അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര സമാന്തര ശ്രേണിയും ബീജഗണിത രൂപവും എന്ന പാഠഭാഗത്തിലെ 2025, 24, 23 വർഷങ്ങളിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഇതുപോലെ ഡിസ്കസ് ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് ചാപ്റ്റർ. താങ്ക് യു.